2001 ഒക്ടോബർ 7-ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന 50-കാരൻ ചുമതലയേൽക്കുമ്പോൾ അത് ഭാരതത്തിന്റെ ഭാവി ഭാഗതയും നിർണ്ണയിക്കുന്ന ഒരു തീരുമാനമാകുമെന്ന് ആ പ്രസ്ഥാനത്തിനുള്ളിലുള്ളവർ പോലും വിചാരിച്ചു കാണില്ല. 2001 മുതൽ ഇങ്ങോട്ട് 2 പതിറ്റാണ്ടോളം നരേന്ദ്രമോദി എന്ന നേതാവ് വിശ്രമവും ഇടവേളയുമില്ലാതെ ജോലി ചെയ്തു. ഇക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും രോഗം ബാധിച്ചോ ക്ഷീണം ബാധിച്ചോ നരേന്ദ്രമോദിയുടെ പൊതുപരിപാടികൾ റദ്ദാക്കിയെന്ന വാർത്ത എവിടെയും കേട്ടിട്ടില്ല. വിശ്രമമില്ലാതെ ഓടുന്ന ആ ചുവടുകളിൽ ഉറച്ചാണ് ഇന്ന് ഭാരതം തല ഉയർത്തി നിൽക്കുന്നത്. ഭാരതത്തിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലെ നേതാക്കൾക്ക് പോലും പ്രിയപ്പെട്ടയാളാണ് ഇന്ന് നരേന്ദ്രമോദി. 2001 ഗുജറാത്തിൽ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിനൊരു വിശേഷണമുണ്ടായിരുന്നു: ഗുജറാത്തിലെ വികാസ് പുരുഷൻ. വികസനങ്ങൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന നരേന്ദ്രമോദിക്ക് BJPക്ക് വേരോട്ടമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും താരപ്രഭയേറെയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് മോദി എന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് പോലും തർക്കമുണ്ടാകാനിടയില്ല. വികസനങ്ങളുടെ പെരുമഴ തീർക്കുന്ന കഠിനാധ്വാനിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് യുവാക്കൾക്കിടയിൽ പോലും ഹീറോയാണ്. രാജ്യമൊട്ടാകെ ആരാധിക്കപ്പെടുന്ന നരേന്ദ്രമോദിക്കും BJP എന്ന പ്രസ്ഥാനത്തിനും ഒരിക്കലും വഴങ്ങിക്കൊടുക്കാത്ത ഒരിടമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതിനെന്തെങ്കിലും അപവാദമായുള്ളത് കർണാടക മാത്രമാണ്. എന്നാൽ തമിഴ്നാടും കേരളവും അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ പോലും മോദി വന്നാൽ ജനസാഗരമാണ്. ഏതെങ്കിലും പൊതുസമ്മേളനത്തിനോ റോഡ് ഷോക്കോ ആയി കേരളത്തിലോ തമിഴ്നാട്ടിലോ എത്തിയാൽ അവിടെ മോദിയെ കാണാൻ എത്തുന്ന ജനങ്ങളുടെ എണ്ണം കണ്ട് എതിർ പാർട്ടികൾ പോലും അത്ഭുതപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ മോദി മാജിക്കിൽ തന്നെയാണ് ഇക്കുറി ദക്ഷിണേന്ത്യയിലേക്ക് BJP കണ്ണെറിയുന്നത്. ഇവിടെ BJPക്ക് അടിത്തറ കുറവാണ് എന്നത് വസ്തുതയായി നിലനിൽക്കെ കേന്ദ്രത്തിൽ തുടർഭരണം കിട്ടിയിട്ടും സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ. പലതവണ അദ്ദേഹം കേരളത്തിലെത്തി. കേന്ദ്രത്തിന്റെ പദ്ധതികൾ പലതും ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമായിരുന്നു മുമ്പ് കേരളവുമായി മോദി സംബന്ധിച്ചിരുന്നതെങ്കിൽ മോദി എന്ന രാഷ്ട്രീയക്കാരനായിരുന്നു കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ റീ എൻട്രി. കൊച്ചിയിലും തിരുവനന്തപുരത്തും വൻ ജനസാഗരത്തിനിടയിലൂടെ റോഡ് ഷോ. ചാവേറാക്രമണ ഭീഷണിയും ബോംബ് ഭീഷണിയും നിലനിൽക്കെ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ റോഡ് ഷോയ്ക്ക് മുൻപിലൂടെ നെഞ്ചും വിരിച്ച് നടന്നു പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കേരളം കണ്ടത് അത്ഭുതത്തോടെയാണ്. അങ്ങനെ കേരളത്തിലൂടെ നടന്നു പോകാൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിലൂടെ കേരളത്തിൽ നെഞ്ചും വിരിച്ച് നിന്ന് വോട്ട് ചോദിക്കുകയാണ് മലയാളികളോട് പരോക്ഷമായി നരേന്ദ്രമോദി. വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു പ്രതിനിധിയെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൈമേയ് മറന്ന് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദിയോട് മുഖം തിരിച്ച കേരള മണ്ണിൽ ഇത്രത്തോളം ജനങ്ങളെ ഒപ്പം കൂട്ടാൻ മോദിക്ക് സാധിക്കുന്നു എന്നത് തന്നെ അത്ഭുതമാണ്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഹസ്തദാനം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അതേ നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ ആഗോള നേതാക്കൾ പോലും മത്സരിക്കുന്നു. കലാപങ്ങളുടെ പേരിൽ മോദിയെ വിമർശിച്ച മലയാളികൾക്ക് മുൻപിൽ അതെല്ലാം തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മോദി മാറ്റിയെടുക്കുന്നു. കാലങ്ങളായുള്ള കേന്ദ്ര അവഗണനയിൽ വീർപ്പുമുട്ടിയിരുന്ന കേരള നാട്ടിൽ വന്നതൊക്കെയും മോദി കൊണ്ടുവന്നതാണ്. കേരളത്തിൽ ഇന്ന് ദേശീയപാതാ വികസനം നടക്കാത്ത ഒരു പ്രദേശം പോലുമില്ല. അതോടൊപ്പം ജനങ്ങൾ ഏറ്റെടുത്തതാണ് നരേന്ദ്രമോദിയുടെ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. അതേ വന്ദേ ഭാരത് ഓടുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മലയാളികൾക്കിടയിൽ BJP എന്ന പ്രസ്ഥാനത്തിനില്ലാത്ത സ്വീകാര്യത മോദി എന്ന പേരിനുണ്ട്. ഹിന്ദുക്കളുടെ പാർട്ടിയാണ് BJP എന്നുള്ള പ്രചാരണങ്ങളോടും മറ്റ് സംസ്ഥാനങ്ങൾ മുഖം തിരിച്ചപ്പോൾ ആ പ്രചാരണങ്ങൾക്കൊപ്പം നിന്നത് കേരളം മാത്രമാണ്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വടക്ക് കിഴക്കൻ ഗോവയിൽ വരെ അധികാരത്തിലെത്തിയ ചരിത്രമുണ്ട് BJPക്ക്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായങ്ങളെ ഒപ്പം കൂട്ടാനുള്ള തീവ്രമായ ശ്രമങ്ങൾ BJPക്കുള്ളിൽ നടക്കുന്നുണ്ട്. മാർപ്പാപ്പയെ ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് ക്ഷണിച്ച മോദി കേരളത്തിലേക്ക് നേരിട്ടെത്തി സഭാ അധ്യക്ഷന്മാരെയും കണ്ടു. ആ പ്രവർത്തനങ്ങളൊക്കെ മലയാളികളായ ക്രൈസ്തവരുടെ മനസ്സിലെയും സ്വാധീനിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശ്ശൂരും പാലക്കാടും BJPയുടെ A+ മണ്ഡലങ്ങളാണ്. ഇവിടെയെല്ലാം താരപ്രഭയുള്ള നേതാക്കളെ തന്നെയാകും BJP മുൻനിരയിലേക്ക് എത്തിക്കുക. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് തലയെടുപ്പുള്ള നേതാവിനെ തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരുന്നു. നേരത്തെ പറഞ്ഞ ക്രൈസ്തവ പിന്തുണ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെയും താമര വിരിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് നേതൃത്വം.